Good morning, all. Good morning, all. Okay. Morning. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഡയറക്ടറി സർവീസസ്. എല്ലാവരും എടുക്കാം. നമ്മുടെ മൊഡ്യൂൾസിൽ ഇനി ചാപ്റ്റേഴ്സ് ഇപ്പൊ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതല്ലാതെ വേറെ പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും എടുക്കാത്തതില്ലല്ലോ. ഡയറക്ടറി സർവീസും കൂടി കഴിഞ്ഞാൽ വേറെ ചാപ്റ്റേഴ്സ് എന്തെങ്കിലും എടുക്കാത്തതുണ്ടോ? laboratory ഉണ്ടോ? അത് ബയോകെമിക്കൽ വില്ലേജ് വേസ്റ്റ് കഴിയുമ്പോൾ എന്തായാലും പറഞ്ഞു. ബാക്കി എല്ലാവരും നോക്കിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ഇനി എടുത്തോളത്തോളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കിക്കോളൂട്ടോ. 2000 എടുത്ത് കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ എന്തായാലും മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഈ ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾസിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സും എടുത്തിട്ടില്ല. ആണോ? ലബോറട്ടറി മെഡിക്കൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തണോ? എടുത്തില്ലല്ലോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഫസ്റ്റ് മൊഡ്യൂളിലല്ല. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് അത് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിലാണ്. അത് തേർഡ് മൊഡ്യൂള് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് തേർഡ് മൊഡ്യൂളിലാണ്. അത് ഫസ്റ്റ് മൊഡ്യൂളിലെ അല്ല, ഫസ്റ്റ് രണ്ട് മൊഡ്യൂളിലല്ല. അത് എനിക്ക് തോന്നുന്നു നേരത്തെ അല്ലെ, നേരത്തെ ഉള്ള സിലബസിന്റെ ഏരിയ വന്നേക്കണപ്പെട്ടതായിരിക്കും. ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ചിട്ട് ഫോർത്ത് മൊഡ്യൂൾ അല്ലെ, അങ്ങനെയുള്ളപ്പോ തേർഡ് മൊഡ്യൂളിലാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് വരുന്നത്. ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടിയ ബുക്കില് ഫസ്റ്റ് മൊഡ്യൂളാണ്. ഒരു പണി ചെയ്യാം, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസിലുള്ള ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്ത് തരാനായിട്ടുണ്ടെങ്കിൽ മാമിനോട് ഇൻഫോം ചെയ്യാൻ പറയാം. പരീക്ഷേന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ എന്തായാലും എടുത്തു കഴിയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്ത് തരും. പക്ഷെ ഇങ്ങനെയുള്ള മിസ്സിംഗ് അണ്ടർസ്റ്റാൻഡിങ്സ് മാറ്റിത്തരും. കാരണം പറഞ്ഞ കാരണം നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഒക്കെ നമുക്ക് തേർഡ് ഫോർത്ത് മൊഡ്യൂളിലാണ് വരുന്നത്. മെയിൻ എക്സാം ആയിരിക്കുമല്ലോ ലാസ്റ്റ് ഇപ്പൊ നടക്കാൻ പോണത്? അല്ല, മെയിൻ എക്സാം അല്ല. നിങ്ങളുടെ ഒരു ഫസ്റ്റ് എന്താ പറയുക, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കൂടി കഴിയുമ്പോഴുണ്ടാകുന്ന ജസ്റ്റ് എക്സാം ആണ് നടക്കുക. ബാക്കിത്തെ കാര്യം ബാക്കി പിന്നെയായത് നിങ്ങൾക്ക് എനിക്കൊന്ന് നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടാവുള്ളൂ. എങ്ങനെയാണ് എക്സാമിന്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഉള്ളത് ഇല്ലായിരുന്നോ? ഇവിടെ തന്നിട്ടുണ്ടാവുന്ന തന്നെയാണ് എനിക്ക് ഉറപ്പ്. മിസ്സായി പോയതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്താ സാർ പറഞ്ഞു. ഓക്കെ, സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അത് കേൾക്കാൻ ഇതായിരിക്കും. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. മോസ്കോ ടെസ്റ്റ് മാതിരി തന്നെയാണ് എക്സാം ഉണ്ടാകുക. മിസ്റ്റർ സാറ് പറഞ്ഞത് ആക്ച്വലി ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു എക്സാം ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ എക്സാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഫസ്റ്റ്. അതെ, മെയിൻ എക്സാം അല്ല. ഇത് മെയിൻ എക്സാം അല്ല. ഇത് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് കഴിഞ്ഞിട്ടുള്ള എക്സാം ആണ്. ഇതൊന്നും മെയിൻ എക്സാം അല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് അപ്പോ ഞാൻ മിസ് മെയിൻ എക്സാമിന്റെ മുന്നേ മോഡൽ എക്സാം ഉണ്ടാവോ? മോഡൽ എക്സാം അങ്ങനെയാണ്. അതിൽ ഫൈനൽ ഇതുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളത് എന്തായാലും ജസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസിന്റെ ഒരു എക്സാം മാത്രമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. പിന്നെ ഇതിലൂടെ മാർക്ക് ഒക്കെ നമ്മൾ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. പിന്നെ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ഇച്ചിരി കോഴ്സ് ചെയ്തൊക്കെ പറയുന്നുണ്ടാവുള്ളൂ. ഇത്തരം മേഖലകളൊക്കെ മോക്ക് ടെസ്റ്റ് രീതിയിൽ തന്നെയാണ് എക്സാം ഉണ്ടാവുക. നമുക്ക് ഫൈനൽ പറയാൻ പറ്റില്ല. എന്നാലും മോക്ക് ടെസ്റ്റിന് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. എന്തായാലും അത്തരം രീതികളൊക്കെ അതല്ല മിസ്സേ, മോഡലാണ് ചോദിച്ചത്. ഏകദേശം ആ മോഡൽ ആ രീതി തന്നെയാണ് മോഡൽ. ഓക്കെ, ടെസ്റ്റിന്റെ അതേമാതിരി തന്നെയാണ് പരീക്ഷ ഉണ്ടാവുക പറഞ്ഞത്. മോക്ക് ടെസ്റ്റ് അതുമാതിരി തന്നെയാണ് മെയിൻ പരീക്ഷ ഉണ്ടാവുക എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതെ അതെ, മോക്ക് ടെസ്റ്റിന്റെ മാതൃത്വം തന്നെയാണ് മെയിൻ. നിങ്ങൾ ഇതെല്ലാം ബേസ് ചെയ്യുന്നത് ഇപ്പോ ഫസ്റ്റ് സെക്കൻഡും കൂടി ഒന്നിച്ച് ഞാനിപ്പോ എന്താ നിങ്ങളോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പോർഷൻസ് ഇത് തീരാത്തതുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എക്സാമിന്റെ ഡീറ്റെയിൽസ് മെയിൻ ആയിട്ട് സാറാണ് അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അത് അങ്ങനെ തന്നെയായിരിക്കും. അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അതനുസരിച്ച് വരണം. അപ്പോ ഇപ്പോ പോർഷൻസിൽ ഇത് നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഒന്നും ഈ മൊഡ്യൂളിലുള്ളതല്ല. അതിന്റെ ഒരു ആക്ച്വലി മിസ് അത് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഏതൊക്കെ മൊഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാ വരുന്നതെന്ന്. ഓക്കെ ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന പറഞ്ഞേക്കാം. ഫസ്റ്റിൽ വരുന്ന രണ്ട് അല്ലെ, ഫസ്റ്റിന്റെ സെക്കൻഡിന്റെയും ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് മിക്സഡ് ആയിട്ട് കിടക്കുന്നുണ്ട്, ഒന്നും അറിയത്തില്ല, അതുകൊണ്ട്. ഓക്കെ ഓക്കെ, ഞാനിത് കൺഫേം ചെയ്യും. പിന്നെ അപ്പോ നമുക്ക് അതില് നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. എന്താണ് ലബോറട്ടറി സർവീസ്. ഇപ്പോൾ ലബോറട്ടറി ഓക്കെ, ലബോറട്ടറി ഉള്ളൂന്ന് പറയുന്നുണ്ട്. ലബോറട്ടറി നമ്മുടെ ബയോ കെമിക്കൽ സിലേജ് വേസ്റ്റ് അത് കഴിയും അല്ല, ബയോ സിലേജ് വേസ്റ്റ് കഴിയുമ്പോൾ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് ഡയറ്ററി സർവീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് അത്. നിങ്ങൾ എന്താ പറയാ, ഡയറ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, ന്യൂട്രീഷൻസ് നമ്മുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് നമുക്ക് അറിയാം, ഹോസ്പിറ്റലിലെ കുറെ മെഡിസിൻസിനോടൊപ്പം തന്നെ എന്തായാലും നമുക്ക് ഡോക്ടേഴ്സ് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കരുത് എന്ന നിർദ്ദേശങ്ങൾ തരും. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ല നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെ. ചില ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും അതുപോലെ ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചില വസ്തുക്കള് ഡോക്ടേഴ്സ് പറയും നിങ്ങളത് നിർത്തിക്കളയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കൂടുതലാക്കാനൊക്കെ ആയിട്ട് പറയും. അപ്പൊ മിക്കവാറും ഇത് ഈ ക്ലാസ് അല്ലെ, ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് തന്നെ കുറച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സും കൂടിയാണ്. നിങ്ങൾ പരമാവധി മെസ്സേജ് വായിക്കാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അതില് ഫസ്റ്റ് നമ്മളോട് പറയുന്നത്, ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഇസ് എ സർവീസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം outside inpatient given nutrition recommendation and food counseling based on their needs while taking their diseases kind and nature into consideration. അതായത് ഓരോ പേഷ്യന്റിന്റെയും രോഗം എന്താണ്, അതിന്റെ തരം, സ്വഭാവം, ഏത് തരം വേദന, ഏതെല്ലാം തരത്തിലുള്ള ഇതാണ് പ്രോബ്ലംസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അതിന് പേഷ്യൻസിനോട് പറയും ഇന്നിന്ന ഫുഡ് അല്ലെ, ഇന്നിന്ന ഫുഡുകൾ നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്നിന്ന രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നിന്ന ഫുഡുകൾ നിങ്ങൾ കഴിക്കുക അല്ലെ. ബ്ലഡ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അവര് അതിന്റെ ഒരു ഡെഫിഷ്യൻസി വരാനുള്ള കാരണം നിങ്ങൾ ഇന്നിന്ന ഫുഡുകൾ കഴിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ബ്ലഡ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന, HB വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ്സ് ഒക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഡോക്ടേഴ്സ് കൗൺസിൽ ചെയ്യും അല്ലെ, നമ്മുടെ പേഷ്യൻസിന് അവരെ നിർദ്ദേശിക്കും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതാണ് ഇതിൽ പറയുന്നത്.
Hospital dietary services is a service, അതൊരു സർവീസ് ആണ്. That means the needs of patients coming from outside in patient given nutrition recommendation and food counseling based on their needs while taking their diseases kind and nature into consideration. അതായത് ഏത് തരത്തിലുള്ള അസുഖമാണ്, ഏത് തരത്തിലുള്ള ഡിസീസ് ആണോ ആ ഡിസീസസിന്റെ നേച്ചർ, അതിന്റെ ആ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ചില കാര്യങ്ങൾക്ക് കൺസിഡറേഷൻ കൊടുക്കും, ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് ചില ഫുഡുകളുടെ ആവശ്യകത അനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയും, ചില ഫുഡുകൾ വേണ്ട എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും. അത് പേഷ്യൻസിന്റെ നല്ല രീതിയിൽ അല്ലെ, നല്ല ന്യൂട്രീഷനോട് കൂടിയിട്ട് നല്ല പോഷകസമൃദ്ധമായ കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള സേവനങ്ങൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. Hospital dietary services is service. So the service ആണ് that means the needs of patients coming from outside in patients given nutrition recommendation. നമ്മുടെ പോഷകപരമായിട്ടുള്ള രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. And food counseling based on their needs while taking their diseases kind and nature into consideration. അതിന്റെ ആ ഡിസീസസിന്റെ ആ രോഗത്തിന്റെ ആ പ്രത്യേകത അനുസരിച്ചിട്ട് അതിന്റെ ആ നേച്ചർ അനുസരിച്ചിട്ടാണ് ചില കാര്യങ്ങൾ, ചില ആവശ്യങ്ങൾ വേണം, ചില ന്യൂട്രീഷ്യൻസ് വേണം, ചില പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു, ഇറ്റ് ഈസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ restoration of health through diets created using science. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം വെച്ചിട്ടാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് കിട്ടുന്നതെല്ലാം എല്ലാവരും കഴിക്കില്ല അല്ലെ. നല്ലത് എന്താന്ന് ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം വെച്ചിട്ടാണ് നമ്മുടെ ഡയറ്റുകളെല്ലാം, അതായത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം അനുസരിച്ചിട്ടുള്ള ഭക്ഷണം ഏതാന്ന് ക്രമപ്പെടുത്തുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട്? ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വീണ്ടെടുക്കുക, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായ രീതിയിലെല്ലാം വിശകലനം ചെയ്തിട്ടാണ് ഡയറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വേണം, ഇന്നത് വേണ്ട എന്നുള്ളത് നിർദ്ദേശിക്കുന്നത്. ദിസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് ഇതൊരു പ്രധാനപ്പെട്ട സേവനമാണ്. അസിസ്റ്റിംഗ് ഇൻ ദ റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് പ്രോഡക്ട്സ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്, സയന്റിഫിക്കലി ആയിട്ട് അവലോകനം ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസ് പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് ആണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. Educating the patients who are receiving treatment at the hospital regarding use and the benefit of various foods and healthy diets. Contains adequate amount of all necessary nutrients required for a healthy growth and activity. നമുക്കറിയാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഇച്ചിരി കൂടി വിവരത്തിന്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വേണോ വേണ്ടെന്നൊക്കെ തെരഞ്ഞെടുക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്ത് ഡയറ്റ്സ്, അത് നല്ല രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫുഡിന്റെ എത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവര് നിർദ്ദേശങ്ങളായിട്ട് കൊടുക്കുന്നത്. ഇന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. Contain adequate amount of all the necessary nutrients required for healthy growth and activity. നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോഷകപ്രദമായ ഭക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശങ്ങൾ വരുന്നത്. Nutrients diet is a one that promotes or maintain good health. അപ്പൊ നല്ല രീതിയിലുള്ള പോഷകൃതമായിട്ടുള്ള ഭക്ഷണ രീതിയാണെങ്കിൽ എന്താണ് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഹെൽത്തിനെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഒബ്ജക്റ്റീവ്സിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
എന്താണ് ടു പ്രൊവൈഡ് ഒന്നുകൂടി പറയാമോ എന്ന് പറയുന്നുണ്ട്. അതായത് ഡയറ്ററി സർവീസ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് പറയില്ലേ, നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അസുഖം നിങ്ങളെ വിട്ടുപോകില്ല കേട്ടോ എന്ന് നമുക്ക് ചില സമയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകും അല്ലെ. പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസിന് അല്ലെങ്കിൽ HB കുറയുന്ന പേഷ്യൻസിന് അങ്ങനെയുള്ള ചില പേഷ്യൻസിന് അല്ലെ, നമ്മള് പ്രഷർ കൂടുന്ന പേഴ്സൺസിനൊക്കെ ആണെങ്കിൽ അവര് നിർദ്ദേശിക്കും നിങ്ങൾ ഇന്ന മെഡിസിൻസ് എടുത്തോ, പക്ഷെ ഇതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഭക്ഷണ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ അസുഖം നിങ്ങളെ വിട്ടുപോകില്ല. കാരണം എന്തുകൊണ്ടാ, ഈ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ അസുഖങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. മധുരം കൂടുതൽ കഴിക്കുന്നവർക്ക് എന്താണ് ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട്. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർക്ക് എന്താണ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ കൂടുതൽ ഉപയോഗിക്കുന്ന കണ്ടൻസിന് കുറച്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ HB ലോ ആണെങ്കിൽ എന്താണ് കൂടുതൽ നിങ്ങൾ പച്ചക്കറി അല്ലെ ചീര, നമ്മുടെ HB പറ്റാവുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ് അതൊക്കെ ഉപയോഗിക്കാനായിട്ട് അവർ നിർദ്ദേശിക്കും. അതല്ലെങ്കിൽ എന്താണ് അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ മെഡിസിനോടൊപ്പം തന്നെ എന്താണ് ഇത് ശ്രദ്ധിക്കണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കും. ആ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വരുമ്പോഴാണ് വീണ്ടും വീണ്ടും ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറി ഇറങ്ങേണ്ടി വരും. അപ്പൊ ഇതില് പ്രധാനമായിട്ടും ഡയറ്ററി സർവീസിൽ പ്രധാനമായിട്ടും എന്താണ്, ഇതൊരു സേവനമാണ്. ഈ സേവനം ഇന്നത്തെ കാലത്ത് സയന്റിഫിക് ആയിട്ട് ചെയ്ത് പറയുന്നത് അല്ലെ. മിക്ക ഡോക്ടേഴ്സും അവരുടെ രോഗത്തിനോടൊപ്പം തന്നെ ഒരു ഡയറ്റിന്റെ ചാർട്ടും, അതായത് നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ ചാർട്ടും കൂടി തയ്യാറാക്കും. എന്നിട്ട് ഈ രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശങ്ങളും തരും. അതാണ് ആ സർവീസ്, അതാണ് തന്നെ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ചില രോഗികൾക്ക് അവരുടെ ഭക്ഷണക്രമം കൂടിയും അവർ പാലിക്കേണ്ട നിർദ്ദേശത്തിൽ കാണിച്ചിട്ടുണ്ടാവും മെഡിസിനോടൊപ്പം തന്നെ. അപ്പൊ ആ രീതിയിൽ തന്നെ ഭക്ഷണ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ആ അസുഖങ്ങൾ ഭേദമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഡയറ്ററി സർവീസസ്. Hospital dietary services is service that meets the needs of patients coming from outside in patient given nutrients recommendation and food counsel based on their needs while taking their diseases kind and nature into consideration. അതായത് നമ്മുടെ അസുഖങ്ങളുടെ അല്ലെ, ഒരു വ്യക്തിക്ക് അസുഖമില്ലാത്ത വ്യക്തിയോട് ഇപ്പൊ ഡയബറ്റീസ് നമുക്കറിയാം, ഷുഗറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറയുന്നത് പ്രമേഹ രോഗികളോട് മാത്രം, അല്ലാത്തവരോട് കൺട്രോൾ ചെയ്യാൻ പറയുന്നില്ല. അതേസമയം നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറയുന്നതും അത്തരത്തിൽ, അല്ലെങ്കിൽ ഉപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ പറയുന്നത് അത്തരത്തിലുള്ള പേഴ്സൺസിനോട് മാത്രമാണ്. അപ്പൊ അസുഖത്തിന്റെ നേച്ചർ അനുസരിച്ച്, ഓരോ അസുഖത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഡയറ്ററി സർവീസുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്, അത് നമ്മുടെ നല്ല ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കൗൺസിൽ ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് while taking their diseases kind and nature into consideration. അവരുടെ ആരോഗ്യത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ന്യൂട്രീഷൻ റെക്കമെൻഡ്, പോഷക സമൃദ്ധമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് പേഷ്യൻസിന്. അത് വീണ്ടും എന്തിനാണ്, അതൊരു പ്രത്യേക രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു സേവനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇനി വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് എ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസസ് ഇൻ ദ restoration of health through diets created using science. അതായത് ശാസ്ത്രീയപരമായ രീതിയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് അല്ലെ. ഇന്ന നമുക്കറിയാം, ഇപ്പോ എപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന വസ്തുക്കളില് ഇന്ന രീതിയിലെ പ്രോട്ടീൻ കൂടുതലാണ്, ഇന്നതിൽ ഇന്ന സംഭവം കണ്ടൻസ് കൂടുതലാണ് അല്ലെ, ഇന്ന ഫ്രൂട്ട്സിൽ ഇന്ന കണ്ടൻസ് കൂടുതലാണ്. ചില അസുഖങ്ങൾ വരുമ്പോ ചില ഫ്രൂട്ട്സുകൾ മാത്രം കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സുകൾ ശ്രദ്ധയോടുകൂടി മേടിച്ച് കഴിക്കാനൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. നമ്മൾ ഈ അടുത്ത് പനി വന്നപ്പോൾ കിവി പോലെയുള്ള ഫ്രൂട്ട്സുകൾ ചില കാര്യങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി, കാരണം അതിന്റെ കണ്ടന്റ് കൂടുതലുണ്ടെന്ന് ഡോക്ടേഴ്സ് അത് ഡയഗ്നോസ്, അതല്ലേ ആ രോഗം നിർണയത്തോടൊപ്പം തന്നെ ശാസ്ത്രീയ അവലോകനം, ആ ഫ്രൂട്ട്സിൽ അത്തരത്തിലുള്ള കണ്ടന്റ്സ് ഉള്ളത് കൊണ്ടാണ് അവര് ഇന്ന ഫ്രൂട്ട്സ് ഒക്കെ പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നത്. അതാണ് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ക്രിയേറ്റഡ് യൂസിങ് സയൻസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ട് സർവീസസ് അസിസ്റ്റിംഗ് ഇൻ ദ റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ്സ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. അതായത് ശാസ്ത്രീയ അവലോകനം ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാര് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സർവീസുകൾ, നല്ലൊരു സേവനം കാഴ്ചവെക്കുന്നതാണ് ഇത് ഡയറ്ററി സർവീസ് വരും. ആരോഗ്യത്തിൽ ഇന്ന ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് educating the patients who are receiving treatment at the hospital regarding use and benefit of various food and healthy diets. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഫുഡിന്റെ ഡയറ്റ് കൂടി ചാർട്ടും കൂടി തയ്യാറാക്കി
ഡോക്ടേഴ്സ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർക്ക് ആ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. കണ്ടെയ്ൻ adequate amount of all necessary nutrients required for healthy and growth and activity. അവരുടെ ആരോഗ്യം അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിട്ടുള്ള ആരോഗ്യം അല്ലല്ലേ, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ന്യൂട്രിയൻസ് പോഷക സമൃദ്ധമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ആ രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പേഷ്യൻസ് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് നല്ല ഡെവലപ്പോട് കൂടിയിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. ന്യൂട്രിയസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. നല്ല ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണക്രമമാണ് എങ്കിൽ അത് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞോട്ടെ. ഓക്കെ, ഒബ്ജക്റ്റീവ്സിൽ എന്താ പറയുന്നത്? To provide a nutritious, delicious and healthy meals while retaining a high standards hygiene, production, delivery, sanitation to all the patients. അതായത് നമുക്കറിയാം നല്ല കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചാൽ പറയല്ലേ, നല്ല കാര്യങ്ങൾ അതിനോടൊപ്പം നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണം. ഭക്ഷണം വെറുതെ കുറച്ച് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കില്ല. അത് രുചികരമായ രീതിയിൽ കഴിച്ചാൽ മാത്രമേ എല്ലാവർക്കും അത് സ്വാദിഷ്ടം എന്താ പറയുക, എല്ലാവരും പറയില്ലേ ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ചെല്ലും എന്ന് പറയുന്ന മാത്രം തന്നെ ഇതിൽ പറയാണ് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യൻസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റിറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. അതായത് നമ്മുടെ പോഷകാഹാരം കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള രുചികരമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഫുഡിലൂടെയാണ് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ, പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ് എല്ലാ തരത്തിലുള്ള നല്ല വൃത്തിയോട് കൂടിയിട്ടും ഈ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഫലം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. നല്ല രീതിയിൽ പേഷ്യൻസ് അത് കൊടുക്കണം എന്നുള്ളതാണ്. Then evaluation and diet planning. ഇപ്പൊ നമ്മളൊക്കെ പ്ലാനിങ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അത് വിലയിരുത്തേണ്ടതുണ്ട്. ഓക്കെ, ചില വ്യക്തികൾക്ക് ചില രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പൊ ആ രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഡയറ്റ് ചാർട്ടൊക്കെ കണ്ടെത്താനായിട്ട്, അതായത് അത് തയ്യാറാക്കാൻ പാടുള്ളൂ. അത് വിലയിരുത്തേണ്ടതുണ്ട്. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. നമ്മള് ഓരോ ഭക്ഷണ പദാർത്ഥത്തിലും എത്ര നമുക്കറിയാലോ, ചില ആളുകൾ കാണിച്ചു വെക്കുമ്പോൾ അവിടെ തന്നെ ഇത്ര കലോറി ഊർജം ഇതിലുണ്ട് എന്നൊക്കെ കൂടി രേഖപ്പെടുത്തും. കാരണം അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നേരത്തേക്ക് നമുക്ക് ചെയ്യാൻ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ടുള്ള ഊർജം അതിൽ നിന്ന് കിട്ടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാൽക്കുലേറ്റിംഗ് കലോറിക് നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാൻ. നമ്മൾ ഇത്രയും ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഇത്രയും കലോറിയുള്ള ഫുഡാണ് കഴിക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കാൻ സാധിക്കും. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. നമുക്കറിയാം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ലക്ഷ്യങ്ങൾ അല്ലെ. ഇന്ന ഇത്രയും കലോറിയുള്ള സാധനം ഇത്ര നേരത്തേക്ക് വേണ്ടി വരും. നമുക്ക് ഒരു പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം, ഇത്ര ഊർജ്ജം ചെയ്യുമ്പോൾ അവൻ നന്നായിട്ട് കളിക്കാനായിട്ട് ഉള്ള ഊർജ്ജം കിട്ടുന്നു. അപ്പൊ അതെന്താണ്, അങ്ങനെ സയന്റിഫിക് ആയിട്ട് അത് കണ്ടെത്തുന്നതാണ്. ഇത്രയും കലോറി ഊർജ്ജം വേണം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഒബ്ജക്റ്റീവ്സ് ആണ്, അതായത് ലക്ഷ്യങ്ങളാണ്. ന്യൂട്രീഷൻ ഡയറ്ററി സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ലക്ഷ്യത്തിൽ പെടുത്താവുന്ന ഒരു പോയിന്റ് ആണത്. നെക്സ്റ്റ് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. നമ്മൾക്ക് അറിയാവുന്നതാണ്, പേഷ്യൻസിന് ഒരു അസിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് പേഷ്യൻസിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മെഡിസിൻസ് മാത്രം പോരാ അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ പോഷക സമൃദ്ധമായിട്ടുള്ള അസിസ്റ്റൻസ് പേഷ്യൻസ് കൊടുക്കുമ്പോൾ അവർക്കത് പേഴ്സണലി നമ്മൾ എഫക്റ്റീവ് ആയിട്ട് വരും. OP എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് പേഷ്യന്റ്. IP എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ്. ഡയറ്റ് കൗൺസിലിംഗ്, അവർക്ക് അവരുടെ ആ ഭക്ഷണ രീതി അതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചാർട്ടുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ആ രീതി അനുസരിച്ചിട്ട് ഇവർക്ക് ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണെങ്കിലും അവരുടെ ആ ഒരു ഡയറ്റിന്റെ ചാർട്ട് കൗൺസിലിംഗ് അത് ഇന്ന രീതിയിൽ നമുക്ക് ഉപദേശിച്ചൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്റിക്സ്. അതായത് ഇതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്
കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ചാർട്ടുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതാണ് ഡയറ്റിക്സ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചാർട്ടും കാര്യങ്ങളും പഠിച്ച് കണ്ടെത്തുന്ന വ്യക്തികളാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാ തരത്തിലുള്ള മേഖലകളിലും എന്താണ് ഓരോ പൊസിഷൻ ഉണ്ട് അല്ലെ. ഓരോ അതനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ നേടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കുന്നത്. അപ്പൊ ആ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്റിക്സ് അവർക്ക് ആ ഒരു ട്രെയിനിങ് കൂടി നേടിയെടുക്കാനായിട്ട് ഈ ഡയറ്ററി സർവീസ് കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഇനി ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണല് മെഡിക്കലി സ്കിൽഡ്. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒന്നുകൂടി എന്താണെന്നുള്ളത് മനസ്സിലാവും. എന്താണ് ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യപരമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന്റെ സംബന്ധിച്ച ഒരു തൊഴിൽ വിഭാഗം തന്നെയാണ്. Ideally skilled in implementing and alerting good routine of an individual or population. അതായത് നമ്മുടെ സ്കില്ല് ഇത്തരത്തിലുള്ള കഴിവ് നേടിയെടുക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെ. നല്ല ഒരു റൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കറിയാലോ ഇങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും മുറിച്ചും കിട്ടും. പിന്നെ നെക്സ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കേണ്ട വെച്ച് ഇങ്ങനെ ഫുഡുകളാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് വീണ്ടും ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. തന്നെ ഈവനിങ്ങില് എന്താണ് തന്നെ നൈറ്റില് എന്താണ് അതൊരു രീതിയിൽ ചാർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഭക്ഷണക്രമം കൊണ്ട് നടക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ഹെൽത്തിന് പ്രത്യേകിച്ച് ഡിസീസസ് ഒന്നും വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ചാർട്ടുകളും കാര്യങ്ങളും തയ്യാറാക്കുന്നതാണ് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. വേറെ ഓടിപ്പോയിട്ട് നമുക്ക് എല്ലാവർക്കും എത്രത്തോളം കലോറി ഇതിന്റെ സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അത് കൃത്യമായിട്ട് പഠിക്കുന്ന പേഴ്സൺസിന് മാത്രമേ അത്തരത്തിൽ എത്രത്തോളം കലോറി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട് എത്രത്തോളം സാൾട്ട് കണ്ടന്റ് ഉണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഇതുകളായിരിക്കണം അത് ഇൻഡിവിജ്വലിന്റെ പോപ്പുലേഷന്റെ ജനസംഖ്യക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഗുഡ് റൂട്ടീൻസ് എടുക്കുന്നത് അതങ്ങനെയുള്ള പേഴ്സൺസ് ആയിരിക്കും. ഡയറ്റീഷ്യൻസ് ഈസ് ദ വൺ ഹു മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് എ തെറാപ്യൂട്ടിക് ഓർ other diet for individuals or groups in hospitals, institutions, other establishments, and for workers in particular sector. Instructors in the selection and the proper preparation of food as per dietetic principles, discharge duties connected with the nutrients programs, and may be liable for food purchasing on behalf of an organization or establishment. വലിയൊരു സെന്റൻസ് ആണ്. അതായത് നമുക്കുള്ള പ്രത്യേകത ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു കണ്ടന്റ് അടക്കാതെ ക്ലിയറിസ്റ്റ് ആണ് നമ്മളെ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഇത് തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പ്രോപ്പർ ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് വീണ്ടും ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ തത്വങ്ങൾ അല്ലെ. നല്ല കാലത്ത് കഴിക്കേണ്ടത് കാലത്ത് തന്നെ കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം, വൈകുന്നേരം കഴിക്കണം, അങ്ങനെയുള്ള തത്വങ്ങളെല്ലാം നമുക്ക് ഈ ഡയറ്ററി സർവീസ് അവര് നല്ല ടെക്നിക്കൽ ആയിട്ടുള്ള പേഴ്സൺസ് തയ്യാറാക്കുമ്പോഴായിട്ടാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഡിസ്ചാർജ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ആൻഡ് മെയ്ഡ് ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് നല്ല രീതിയിലുള്ള ഒരു കണ്ടീഷൻസ് നല്ല രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ പ്രത്യേകമായിട്ടും കൊച്ചു കുട്ടികൾക്ക് ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നത് അവരുടെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ് അല്ലെ. അവരുടെ എല്ലാം വികസിച്ചു വരുന്ന പ്രായമായതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേന്ദ്രീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ തയ്യാറാക്കാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ആൻഡ് മെയിൻ ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. അതേമാതിരി തന്നെ നല്ല രീതിയിലുള്ള ഫുഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ ഒരു ഡയറ്ററി സംഭവങ്ങൾ നേടിയെടുക്കാനായിട്ടും ഇത്തരത്തിലുള്ള ഡയറ്ററി സർവീസ് കൊണ്ട് സാധിക്കും. അതൊക്കെയാണ് അതിൽ ഒബ്ജക്റ്റീവ്സിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ചെറിയ വേർഡുകൾ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചത്. തെറാപ്റ്റിക് എന്ന് പറയുന്നത് ചികിത്സാപരമായ ഉദ്ദേശിക്കുന്നത്. തെറാപ്റ്റിക് ഓർ അതർ ടൈപ്സ് ഫോർ ഇൻഡിവിജ്വൽസ്. ഡയറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഭക്ഷണ തത്വങ്ങൾ.
എന്താണ് ഡയറ്ററി സർവീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ശരിക്കും പറഞ്ഞ എന്താണ് നമ്മുടെ ഡയറ്ററി മാനേജ്മെന്റ് ശരിക്കും ഹോസ്പിറ്റലിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിയാണ് കൃത്യമായിട്ട് നോക്കുക. കാർഡിയക് ഡയറ്റ്, റെനിയൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രൊട്ടക്ഷൻ ഡയറ്റ് എന്ന് വെച്ചാൽ അത് രോഗികളുടെ ആരോഗ്യാവസ്ഥ അനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ചില പേഴ്സൺസിന് എന്താണ് കൊടുക്കുന്നത്, ചിലർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള കാർഡിയക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് ഇന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് കിഡ്നി സംബന്ധം റെനിയൽ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കിഡ്നി സംബന്ധമായ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇന്ന ഭക്ഷണ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. അങ്ങനെയുള്ള കുറച്ച് മാറ്റേഴ്സ് ആണ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട സർവീസിൽ വരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഇതിന് ഇൻഫോം ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താണ് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിനോടൊപ്പം തന്നെ ഇന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും കൂടെ പാലിച്ചിട്ട് അസുഖങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ലക്ഷ്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ ഞാൻ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താണ് ഡയറ്റീഷ്യൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഡയറ്റീഷ്യൻ ഈസ് വൺ ഹു മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്റ്റിക് അല്ലെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഭക്ഷണകാര്യത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡയറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു ഇതാണ് എന്താണ് ഡോക്ടർ. ആ പൊസിഷനിലുള്ളതാണ് എന്താണ് ഡയറ്റീഷ്യൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതായത് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ, ആ പഠിച്ച വ്യക്തിക്കാണ് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ വ്യക്തി മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? എന്താണ് ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ഇത് പറയുന്നത്. ഹെൽത്തി lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അതായത് നമ്മുടെ ശരീരത്തിന് അല്ലെ, നമ്മുടെ ശരീരത്തിന് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഇതുകൾ ഉണ്ടായെങ്കിൽ അല്ലെ, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായെങ്കിൽ എന്താണ് അത് നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി, നല്ല ന്യൂട്രിയൻസ് ഉള്ള ഒരു നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ് പാലിക്കുന്നത് എങ്കിൽ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ സസ്റ്റൈനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണോ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വൈറ്റമിൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ വൈറ്റമിൻസ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ഒബ്റ്റൈൻഡ് ബൈ സസ്റ്റൈനിങ് എ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് കീപ്പിംഗ് ഇൻ കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് നീഡ് ബൈ ദ ബോഡി. അത് എല്ലാ തരത്തിലുള്ള ബോഡിയുടെ എല്ലാ തരത്തിലുള്ള പ്രധാനപ്പെട്ട ന്യൂട്രിയൻസിനെ മീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അത് നല്ല ഭക്ഷണക്രമമാണെങ്കിൽ, സമീകൃതമായിട്ടുള്ള ആരോഗ്യ ഭക്ഷണശീലമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ എല്ലാ തരത്തിലുള്ള ബോഡിയുടെ ആവശ്യം നിലനിർത്താനായിട്ട് അതുകൊണ്ട് മതിയാകുമെന്നുള്ളൂ. എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്പ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ് ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, cardiovascular and other type of cancer.
അതായത് നല്ല ഇതേമാതിരി സമീകൃതമായിട്ടുള്ള ഭക്ഷണക്രമമാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളതെങ്കിൽ എന്താണ് അതിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് ബോഡി വെയിറ്റ് കൂടാനും പോണില്ല, ബോഡി വെയിറ്റ് അങ്ങനെ കുറഞ്ഞു പോകാനും സാധിക്കില്ല. സാധാരണ ഒരു നല്ല രീതിയിലുള്ള ഭക്ഷണക്രമമാണ് നമ്മൾ പാലിക്കുന്നതെങ്കിൽ അപ്പൊ എന്താണ് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. അതേമാതിരി തന്നെ കാർഡിയറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, മറ്റു ഏത് തരത്തിലുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ മറ്റു അസുഖങ്ങളൊന്നും കയറി പിടിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്തിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഉദ്ദേശിക്കുന്നത്. നല്ല ബാലൻസ്ഡ് ഡയറ്റ് സമീകൃതമായിട്ടുള്ള ആഹാരക്രമമാണ് നമ്മൾ പാലിക്കുന്നതെങ്കിൽ എന്താണ് അസുഖങ്ങൾക്ക് കയറി പിടിക്കാനായിട്ട് സാധിക്കില്ല. പ്രധാനമായിട്ടും എന്താണ് ഡയബറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഇനി എക്സാമ്പിൾ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്, വ്യത്യസ്ത തരത്തിലുള്ള ഡയറ്റിന്റെ കാര്യങ്ങൾ പറയുകയാണ്. ചില പേഴ്സൺസിന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുമെന്ന് പറഞ്ഞാൽ എന്നാലും ചില ഡിസീസസ് വരുമ്പോൾ ചില ഭക്ഷണ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയും, ചിലത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. കാർഡിയക് ഡയറ്റ്. കാർഡിയക് ഡയറ്റ് എന്താണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഹൃദയ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതിലാണ് പറയുന്നത് കാർഡിയക് ഡയറ്റ് എന്ന് പറയുന്നത്. റെനൽ ഡയറ്റ് എന്ന് പറയുന്നത് കിഡ്നിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ നമ്മളോട് നിർദ്ദേശിക്കും. ആവശ്യത്തിന് കിഡ്നിയെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേണ്ടിയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ദെൻ ലോ സോഡിയം ഡയറ്റ്, അത് നമുക്കറിയാം എന്താണ് സോഡിയത്തിന്റെ അളവ് ക്രമീകരിക്കണം. നമുക്കറിയാം പ്രഷറും ഒക്കെ കൂടുന്നത് എന്തുകൊണ്ടാണ്, സോഡിയം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത് ഭക്ഷണക്രമത്തിൽ പറയും കൃത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ഇത്ര രീതിയിലുള്ള ഇതുകൾ കഴിക്കാൻ പാടുള്ളൂ, ഉപ്പിട്ട് ഞങ്ങൾ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ദെൻ സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റിൽ എന്താ പറയുന്നത്, നമുക്കറിയാം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ അതിൽ കഴിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ചില നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ എന്താണ് സൂപ്പ് അത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ചില പേഷ്യൻസിന് എന്താണ് നമ്മളുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഡൈജഷനും കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് സംഭവിക്കുന്നത് കൊണ്ട് എന്താണ് ചില സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ മാത്രമേ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പാടുള്ളൂ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. പിന്നെ ഡയബറ്റിക് ഡയറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കുറച്ച് നമ്മുടെ ലോ ആയിട്ടുള്ള ബ്ലഡ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടി ഓവർ ദ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള ഡയറ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്താണ് കൂടുതലായിട്ട് എന്താ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കും. അങ്ങനെ നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം അവര് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ എന്താണ് പ്രത്യേകമായിട്ട് പറയുന്നത്, കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന രീതിയാണ് ഇത് പറയുന്നത്. അതായത് ഹൈ പ്രോട്ടീൻ ചില രോഗികളുടെ നേച്ചർ അനുസരിച്ച് ഡിസീസസിന്റെ രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഇതൊക്കെ പറയുന്നത് അല്ലെ. ഡോക്ടേഴ്സ് പറയും ചിലപ്പോൾ നിങ്ങൾ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഹേർട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. അത് അവര് കൃത്യമായിട്ട് നിർദ്ദേശിച്ച് നമുക്ക് തരും. ഡോക്ടേഴ്സ് എന്താ നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശിച്ച് തരും. അത് ഇങ്ങനെയുള്ള ഡിസീസസിനാണ് പ്രധാനമായിട്ടും ഡയറ്റ് ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാർഡിയക് ഡയറ്റ് ഉണ്ട്, റെനിയൽ ഡയറ്റ് ഉണ്ട്, ലോ സോഡിയം ഡയറ്റ് ഉണ്ട്, സോഫ്റ്റ് ഡയറ്റ് ഉണ്ട്, ഡയബറ്റിക് ഡയറ്റ് ഉണ്ട്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉണ്ട്, ദെൻ ലിക്വിഡ് ഡയറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം പോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ജ്യൂസും എന്താണ് സൂപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുന്നത്. സോഫ്റ്റ് ഡയറ്റിൽ നമുക്കറിയാം ചില സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെ ബ്രെഡ് ബണ്ണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു. കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് നിർദ്ദേശിക്കും. ഇനി ലിക്വിഡ് ആവുമ്പോൾ അതിന്റെ ഒന്നും കൂടി വലിയ വേഷനാണ് എന്താണ് വെള്ള പാത്ര രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ മാത്രം ഉൾപ്പെടുത്താനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ഡോക്ടേഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മളപ്പോ നെക്സ്റ്റ് കണ്ടത് എന്താണ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. അതിൽ നമുക്ക് സമീകൃത ആഹാരമാണെങ്കിൽ അസുഖമൊന്നും വരില്ല എന്ന് ഇമ്പോർട്ടൻസിൽ പറഞ്ഞു. പിന്നെ പ്രത്യേകം പറഞ്ഞു
വെയിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹേർഡുമായിട്ടുള്ള മെഡിസിൻസിനോടൊപ്പം തന്നെയുള്ള ഭക്ഷണക്രമം പാലിക്കേണ്ടി വരില്ല. അതേമാതിരി തന്നെയുള്ള മറ്റു ക്യാൻസറുകളൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അല്ലെ. നല്ല ഭക്ഷണക്രമം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഭക്ഷണകാര്യത്തിൽ അമിതമാകുമ്പോൾ അതിൻ്റെതായ അസുഖങ്ങൾ വരും. ഭക്ഷണം വളരെ കുറച്ച് പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും അതിൻ്റെതായ രോഗാവസ്ഥകൾ വരും. ഇതെല്ലാം ബാലൻസ് ചെയ്തുള്ള ഭക്ഷണ രീതിയാണ് എപ്പോഴും നല്ലത്, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയറ്ററിക്ക് പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നൊക്കെ നിർദ്ദേശിക്കുന്നത്. ചില ഇതിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല, ചിലതിൽ ഷുഗർ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, ചിലത് കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഡയറ്ററിയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് പ്രധാനമായിട്ടും അത്തരം ഡിസീസ് ഉള്ള പേഴ്സൺസിന് കൊടുക്കുവാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകളായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കൊരു ഇതുകൊണ്ട് നോക്കാം. എന്താണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. നമ്മളൊരു ചെറിയ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. എന്താണ് അതില് മനസ്സിലാക്കി പോകാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് തരാറ്. കാരണം ഡോക്ടേഴ്സിന്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഇത് സജസ്റ്റ് ചെയ്യും. പിന്നെ പേഴ്സൺസിന് ഡോക്ടേഴ്സ് എന്താണ് ഇന്ന ഭക്ഷണങ്ങൾ മാറ്റുകയും കുറയ്ക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറയാം. ഈ ലൊക്കേഷൻ ആൻഡ് ഡിസൈനിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. അതായത് നമുക്കറിയാലോ, നമ്മുടെ ക്യാൻറ്റീൻ സർവീസ് സംഭവങ്ങളൊക്കെ എന്താണ് നമ്മുടെ സാധാരണ താഴെ ലെവലിലായിരിക്കും. ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസസ്. പൊതുവെ ഫുഡ് സർവീസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ലേബർ കോസ്റ്റ് ആൻഡ് ദ മോറൽ ഓഫ് എംപ്ലോയീസ്. പ്രധാനമായിട്ട് എന്താണ് അവരുടെ ധാരണകൾ എംപ്ലോയീസിന്റെ ഇതനുസരിച്ചിട്ടൊക്കെയാണ് പൊതുവെ നമുക്ക് ക്യാൻറ്റീൻ സർവീസ് ഒക്കെ കിട്ടുന്നത്. ചില ചെറിയ ഒരു എക്സ്പെൻസിലൊക്കെ കോസ്റ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ചില അവിടുത്തെ അല്ലെ, ചില ഓരോരുത്തരുടെ ഓരോ സ്പെഷ്യൽ ഹോസ്പിറ്റലിന് സ്പെഷ്യൽ രീതിയിലൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്ത് കിട്ടും. ഇതിൽ എന്താണ് പ്രധാനമായിട്ട് സ്റ്റാഫിങ്ങിൽ പറയുന്നത്? മെഡിക്കൽ സൂപ്രണ്ടന്റ്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, കുക്കർ മീൻസ് BRS. അതിലെന്താണ് പ്രത്യേകമായിരുന്നു? അസിസ്റ്റന്റ് കുക്ക്, ക്ലീനേഴ്സ്. അതായത് ഇതിലെ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഉണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ ആണ് അതിന്റെ താഴെയുള്ളത്, പിന്നെ ഡയറ്റീഷ്യൻ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്. ഇതൊക്കെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടുന്ന വ്യക്തികള്. പിന്നെ കുക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട്, അസിസ്റ്റ് കുക്കിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളുണ്ട്. BS എന്ന് പറയുമ്പോൾ ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ BRS എന്ന് പറയുന്നത്. ദെൻ ക്ലീനേഴ്സ്, ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾ. ഇതാണ് ഒരു ചെറിയൊരു ഇതുകള്. ചില ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റാഫിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ ഉള്ള വ്യക്തികളിൽ പ്രധാനമായിട്ടുള്ള ഏറ്റവും മേലുള്ള വ്യക്തിയാണ് എന്ത്? മെഡിക്കൽ സൂപ്രണ്ടന്റ്, ചീഫ് ഡയറ്റീഷ്യൻ, ദെൻ ഡയറ്റീഷ്യന്, സൂപ്പർവൈസർ, കുക്ക്, അസിസ്റ്റന്റ് കുക്ക്. BRS എന്ന് പറയുന്നത് ഡെലിവറി ചെയ്യുന്ന വ്യക്തികളാണ്. ദെൻ ക്ലീനേഴ്സ്, അത് ക്ലീൻ ചെയ്യുന്ന വ്യക്തി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങൾക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിലുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കറിയാവുന്ന കുറച്ച് കാര്യമാണ്. എനിക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് സെക്കൻഡ് മുതലുള്ള ചാപ്റ്റേഴ്സ് എന്താന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ് വരുമെന്ന് പറയാം. അപ്പം ഞാനെടുത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തൊരു ക്ലാസ്സും കൂടി കഴിഞ്ഞ് അത് വായിച്ചു വിടാവുന്ന ഒരു പോർഷൻ ആണ്. പേഷ്യന്റ് കാറ്ററിങ്ങും ഡയറ്റ് കൗൺസിലിങ്ങും ഇതൊക്കെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറച്ച് ഇതുകൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനായിട്ടോ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സമയം കിട്ടിയാണെങ്കിൽ നമുക്കൊന്ന് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്തെങ്കിലും എടുക്കാത്ത ഭാഗങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അതിനുശേഷം മാത്രമേ നമുക്കിതൊന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ആദ്യം മുതലുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ റിവൈസ് പോലെ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം എക്സാമിനൊക്കെ മുമ്പ്. ചാപ്റ്റർ എക്സാം എന്നൊന്നും പറയാൻ നമുക്ക് സമയം കിട്ടില്ല. കാരണം അതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ടീച്ചേഴ്സിന് അല്ലെ അവരുടെ പോർഷൻസ് മിക്കവാറും ടീച്ചേഴ്സിന്റെ പോർഷൻസ് കവർ ചെയ്ത് തീരാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലബോറട്ടറി കഴിയുമ്പോഴേക്കും ആ മിസ്സിന്റെ തീരുമാനിക്കും. അപ്പൊ ബാക്കിയുള്ള ടൈം ഞങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കാം. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു വിടാവുന്ന ഒരു ഭാഗങ്ങളാണത്. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ക്ലാസ്സുകളിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ആദ്യത്തെ ഇതിലാണെന്ന് തോന്നുന്നത് എന്റെ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് മൊഡ്യൂളിലാണ് കുറച്ച് കൂടുതലുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. വില്ലേജ് വേസ്റ്റ്, ഓപ്പറേഷൻ വില്ലേജ് വേസ്റ്റ് ഇതിലാണ്. ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ, പിന്നെ ഹിസ്റ്ററി, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഒരു 5th ലെസൺ വരെ ഒരു 5 ലെസൺ കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ പോന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വീണ്ടും ഒന്ന് എന്താ പറയാ റീ ആയിട്ട് വായിച്ചു നോക്കാനും കൂടി ഒരു അവസരമാണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വയ്ക്കാം. അതായത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് തേഴ്സ്ഡേ ആണോ? ഓക്കെ, അപ്പൊ തേഴ്സ്ഡേ വരുമ്പോ ഞാനെടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തോന്നുന്നത് അതിന്റെയും കൂടി ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം. വീണ്ടും ക്ലാസ്സുകൾ കിട്ടിയെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാനും നോക്കാം. ഓക്കെ, കുറച്ച് സമയം ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് തുടങ്ങി വെച്ചാലോ? അതില് റോൾ ഓഫ് ഡയറ്റീഷ്യൻസിന്റെ റോൾ എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് നോക്കാം. ഡയറ്റീഷ്യൻസിന്റെ ഇൻപേഷ്യന്റ് കാറ്ററിങ്,
ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട മേഖലകൾ. എന്താണ് ഡയറ്റീഷ്യൻസിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ ഇതുകൊണ്ടായിരിക്കും ലെഫ്റ്റ് ആയിട്ട് പോയത്. ശരിയാണ്. ഇനിയിപ്പോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും അവർക്ക് കിട്ടിക്കാണല്ലോ. അപ്പൊ ഞാനെന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ എടുക്കാം. എന്താണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് ആണ് ഉള്ളത്. അതിൽ ഇൻപേഷ്യന്റ് കുറച്ച് ഇതുകൊണ്ട് ഒന്നിച്ചുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് നമ്മുടെ ക്ലാസ് വേണ്ടിയൊക്കെ ചെയ്യാം, എടുത്ത് തീർക്കാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.